എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ഫയർ റെസ്ക്യൂ ഒരു ആട് കിണറിൽ അകപ്പെട്ടതിനെ രക്ഷിക്കുന്നതാണ്. ഏകദേശം ഒരു 30 അടി താഴ്ചയുള്ള ഒരു കിണറായിരുന്നു. അപ്പോൾ ഈ കിണറിൻ്റെ റിസ്ക് നമുക്ക് ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം. അതിൻ്റെ ആൾമറയ്ക്ക് പൊക്കമില്ല, അതുപോലെ തന്നെ ചെങ്കല്ലിൽ വെട്ടി ഉണ്ടാക്കിയ കിണറുകളാണ്. ഈ ചെങ്കല്ല് വെച്ച് കെട്ടിയിട്ട് ഈ കിണറുകൾക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഇറോഷൻ സംഭവിച്ചിട്ട് അടിയിൽ മണ്ണൊക്കെ ഇടിഞ്ഞ് നിൽപ്പുണ്ടാകും. അതായത് ചെങ്കല്ലിൽ റിങ് വെട്ടി ഇറങ്ങിപ്പോകുന്ന കിണറാണ് ഞാൻ ഉദ്ദേശിച്ചത്. അറിഞ്ഞിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതാണ് അല്ല ഈ നെറ്റ് റെഡിയാക്കി എടുക്കും. ഈ കുഞ്ഞാടനെ കയ്യിൽ പിടിച്ച് കയറ്റിട്ടുള്ളത് പറ്റുന്നോ? തല കണ്ട് നെറ്റ് എടുക്കേണ്ടി വരും. തല എടുക്കും. നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അവിടെ കാണാം, കണ്ടോ? ആ കിണറിൻ്റെ വശങ്ങൾ ഇടിഞ്ഞ് താന്നിട്ട് കണ്ടോ? അത് ഒരു വങ്കായിട്ട്, പല നാട്ടിലും പല പേരുകളായിരിക്കും പറയുന്നത്. ഓരോ നാട്ടിലും പറയുന്ന പേരുകൾ എന്താണെന്ന് അറിയില്ല. ഇവിടെ സാധാരണയായിട്ട് ഈ വങ്ക് എന്നൊക്കെയാണ് പറയുന്നത്. അത് നമ്മൾ കാണുന്നതിലും വളരെയധികം ദൂരത്തേക്ക് അതിൻ്റെ അടിയിലോട്ട് ഉണ്ടാകും. ഇത് വളരെ റിസ്ക് ആണ്. ശരിക്കും പറഞ്ഞാൽ ആ മണ്ണ് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞ് താഴെ പോകാം. ചിലപ്പോൾ നമ്മുടെ വീടൊക്കെ ഇരിക്കുന്ന കിണറിൻ്റെ അവിടെ നിന്ന് ആ ഭാഗത്തേക്ക് വരെ ഇറോഷൻ സംഭവിച്ചിട്ട് ആ വങ്ക് കയറി വന്നിട്ടുണ്ടാവും ഇറോഷൻ കാരണം. അതുപോലെ തന്നെ കിണറിലിറങ്ങുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് കിണറിലോട്ട് ഇറങ്ങരുത്. നമ്മളതിൻ്റെ പ്രീ ചെക്ക് എപ്പോഴും ചെയ്യണം. അതായത് ഓക്സിജൻ ഉണ്ടോ, പല ഉപയോഗിക്കാത്ത കിണറാണെങ്കിലും ഉപയോഗിക്കുന്ന കിണറാണെങ്കിലും ചിലപ്പോൾ ഓക്സിജൻ താഴോട്ട് പോകുന്തോറും ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും. പലരും ഓക്സിജൻ ഉണ്ടെന്ന് അത്യാവശ്യത്തിന് അറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണ്, നമ്മൾ ചൂട്ടുകൾ കത്തിച്ചിട്ട് നോക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കരിയിലൊക്കെ കത്തുന്നുണ്ടോയെന്ന് ഇട്ട് നോക്കും, അല്ലെങ്കിൽ കടലാസ് പേപ്പറൊക്കെ കത്തിച്ചിട്ട് നോക്കും. നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അത്. അതിൽ കുറച്ച് ഓക്സിജൻ ഉണ്ടെങ്കിൽ പോലും അതുവരെ ആ ചൂട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പദാർത്ഥങ്ങൾ കത്തിക്കുന്നത് പോകും. പുക കൊണ്ട് നിറയും, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടും, നമുക്ക് പിന്നീട് ഇറങ്ങാൻ ബുദ്ധിമുട്ടാകും. ഇതൊന്നും ലൂസ് ചെയ്ത് കൊടുത്തില്ല. കേറിയില്ല, പോയി രക്ഷപ്പെടാനുള്ള. അതൊന്ന് അന്വേഷിച്ചിരി. എന്താ കേറി പോരാൻ ഇത് വേണം. ലാഡർ ഒന്ന് നിങ്ങളുടെ നാട്ടിലോ അയൽവക്കത്തോ ഇങ്ങനെയുള്ള കിണറുകൾ കാണുകയാണെങ്കിൽ അവരെ ഒന്ന് അവയർനെസ് വരുത്തുക.
ഇങ്ങനെയുള്ള കിണറുകൾ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ കോൺക്രീറ്റ് റിങ്ങുകൾ ഇറക്കി ആ കിണർ ബലപ്പെടുത്തുക. ചെറിയ റിങ് ഇറക്കുക, ബാക്കിയുള്ള സ്ഥലം ഗ്രാവലോ മണ്ണോ ഇട്ട് ഫില്ല് ചെയ്ത് നല്ല ടൈറ്റ് പാക്ക് ചെയ്ത് നമ്മുടെ സേഫ്റ്റി ഉറപ്പാക്കുക.